ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് TVSൻ്റെ ക്ലച്ച് ബെൽറ്റ് മാറ്റാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താക്കുക, ക്ലച്ചിൻ്റെ ബെൽറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ കേസ് കഴിക്കണം. കേസ് കഴിച്ചതിന് ശേഷം നമ്മൾ ബൈ ലോക്ക് ഉപയോഗിച്ച് ക്ലച്ച് അസംബ്ലി കഴിച്ചെടുക്കുക. അപ്പോൾ 15ൻ്റെ നട്ടാണ് വരുന്നത്. 15ൻ്റെ ബോക്സ് വെച്ചിട്ട് കഴിച്ചാൽ മതി. കഴിച്ച് ക്ലച്ച് അസംബ്ലി കയ്യിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലൈ വീലിൻ്റെ മുകളിലുള്ള കണക്ഷൻ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ബെൽറ്റ് കയ്യിലേക്ക് ഊരിയെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മൾ അത് ഫുള്ള് ക്ലീനാക്കാൻ പോവാണ്. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ നട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ടൈറ്റ് ഭാഗത്തേക്ക് ലൂസും ലൂസ് ഭാഗത്തേക്ക് ടൈറ്റ്, അങ്ങനെയാണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് നട്ട് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നട്ട് ലൂസായിട്ടിങ്ങ് പോരും. അതെടുത്ത് കഴിഞ്ഞാൽ തന്നെ ബെൽറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഈ രണ്ട് ഭാഗം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത് കഴിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിങ്ങൊക്കെ കുറവാണ് വണ്ടിക്ക്. അപ്പോൾ മൊത്തം അസംബ്ലി ഇങ്ങനെ കഴിച്ചെടുത്തിട്ട് ഫുള്ള് ക്ലീനാക്കാനുള്ള പരിപാടിയാണ്. മണ്ണെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീനാക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം സെയിം നമ്പറുള്ള ബെൽറ്റായിരിക്കണം കേട്ടോ. പഴയ മോഡല് നമ്മൾ ഉപയോഗിച്ച നമ്മളെ വണ്ടിയിലെ അതേ സെയിം ബെൽറ്റായിരിക്കണം വാങ്ങേണ്ടത്. അപ്പോൾ ഈ കേസും കംപ്ലീറ്റ് ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമത് റീഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വണ്ടീൻ്റെ ആ പുള്ളിങ് തിരിച്ച് നമുക്ക് കിട്ടില്ല. അപ്പോൾ രണ്ടാമത് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ കേസൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബെൽറ്റ്, പുതിയ ബെൽറ്റ് വാങ്ങിയത് ഒന്ന് രണ്ടാമത് അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ അതിൻ്റെ ഗ്രീസൊക്കെ ചെയ്തിട്ട് ഫ്ലൈ വീലിൻ്റെ ഉള്ളിലായിട്ട് ബെൽറ്റ് ടൈറ്റ് ചെയ്ത് ഓക്കെ ആക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്കൊക്കെ അടിച്ചൊന്ന് ബെൽ ബട്ടൺ അടിച്ച് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നിൽക്കുക. ഇനി വ്യത്യസ്തമായ ഒരുപാട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് മെക്കാനിക്ക് പരമായിട്ട് അറിഞ്ഞില്ലെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. ഞാനിങ്ങനെ തന്നെയാണ് പിന്നെ ഓരോ വർക്കുകളൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മളെ ക്ലച്ച് അസംബ്ലിൻ്റെ നട്ട് ടൈറ്റ് ചെയ്യാം. ബൈലോക്ക് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി. എന്നാലേ നമുക്ക് കറക്റ്റ് ടൈറ്റ് കിട്ടും. അതുകൊണ്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ടൈറ്റായി റെഡി ആയിക്കോളും. ഇതേപോലെ ഈ ലോക്ക് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ ഫ്ലൈ വീലും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് ടൈറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നോക്കാം. ഫ്ലൈ വീലിൻ്റെ വണ്ടി വരുന്ന ഭാഗത്ത് നമ്മൾ എന്താക്കുക, എന്തെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചിട്ട് ലൂസ് ചെയ്യുമ്പോഴാണ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഫുൾ എൻഗേജ്മെൻ്റ് ആണത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം. Bilang.